നമുക്ക് ഇന്നൊരു സെഷൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ചാപ്റ്റർ ഒക്കെ ഭയങ്കര സ്പീഡിൽ പോവാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ആ, അത്ര സ്പീഡിൽ പോകണ്ട. നേരത്തെ കഴിഞ്ഞ് ഇവിടെ വെറുതെ ഇരിക്കേണ്ടി വരും. നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് പോയാ പോരെ? കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ക്ലാസ്, കുറച്ച് ആക്ടിവിറ്റി അങ്ങനെ പോകണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഡെയിലി ക്ലാസ്സുകളായ ഒരു ബോറടിക്കും അല്ലെ? ഞങ്ങൾക്ക് ബോറൊന്നും അടിക്കാറില്ല ടീച്ചറെ അല്ലെ? ആണോ? സെഷൻസ് ചെയ്യണം, അതാണ് നല്ലത്. ഇനി നമ്മള് ഒരു കാര്യം പറയാം, നമുക്കൊരു റോൾ പ്ലേ ചെയ്യണം. ഒരു ആക്ടിവിറ്റി ആയിട്ട് റോൾ പ്ലേ ചെയ്യണം. ക്ലാസ്സിൽ ഓൺലൈൻ ആയിട്ട് ചെയ്യാനാണ്. കേൾക്കാമോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോ പ്രേയർ സ്റ്റാർട്ട് ചെയ്തോളൂ. പ്രയർ ഞാനാണ് മാഡം, വനജ. കരുണാമയനേ കാവൽ വിളക്കെ കനിവിൻ നാളമേ, കരുണാമയനേ കാവൽ വിളക്കെ കനിവിൻ നാളമേ, അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. പാപികൾക്കു വേണ്ടി വാർത്തു നീ നെഞ്ചിലെ ചെന്നീണം, നീതിമാൻ നിനക്കു തന്നതോ മുൾക്കിരീടഭാരവും, സ്നേഹലോലയായി തലോടാം കാൽ നഗേന്ദുവിൽ വിലോലം, സ്നേഹലോലയായി തലോടാം കാൽ നഗേന്ദുവിൽ വിലോലം. നിത്യനായ ദൈവമേ കാത്തിടേണമേ, കരുണാമയനേ കാവൽ വിളക്കെ കനിവിൻ നാളമേ, മഞ്ഞുകൊണ്ടു മൂടുമെന്റെ മൺകുടീരവാതിലിൽ നൊമ്പരങ്ങളോടെ അന്നു ഞാൻ വന്നു ചേർന്ന രാത്രിയിൽ, നീ അറിഞ്ഞുവോ നാദ നീറുമിന്നിലെ മൗനം, നീ അറിഞ്ഞുവോ നാദ നീറുമിന്നിലെ മൗനം, ഉള്ളു നൊന്തു പാടുമെൻ പ്രാർത്ഥനാമൃതം, കരുണാമയനേ കാവൽ വിളക്കെ കനിവിൻ നാളമേ, അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. കംപ്ലീറ്റ് പഠിച്ചു വെച്ചിട്ടുണ്ടായോ പാട്ട്? കേൾക്കാമോ? ആ മാഡം കേൾക്കുന്നുണ്ട്. അല്ല, അത് അത്യാവശ്യം ഇങ്ങനെ വെറുതെ പാടുന്ന പാട്ടാ, അപ്പൊ പിന്നെ എപ്പോ വേണേലും പാടാൻ കിട്ടുമായിരുന്നു. ഓക്കെ, നല്ലതായിരുന്നു കേട്ടോ. മാം, തോട്ട് ഓഫ് ദ ഡേ ഞാനാണ് മാം. പറയൂ. ഒരു നല്ല വീടിന് തുല്യം വെക്കാൻ ലോകത്തൊരു സ്കൂളുമില്ല, നന്മയുള്ള മാതാപിതാക്കൾക്ക് തുല്യം വെക്കാൻ ലോകത്തൊരു അധ്യാപകരുമില്ല. മഹാത്മാഗാന്ധി. താങ്ക് യു മാം. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കാം. Baba black sheep, have you any wool? Three bags full. One for my master, one for my Dane.
One for the little boy who lives down the lane. Baba, black sheep, have you any wool? Yes, sir, 3 bags full. One for my master, one for my day. One for the little boy who lives down the lane. Thank you, Miss. Thank you so much. Okay. Good afternoon to all. കഴിഞ്ഞ ക്ലാസ്സില് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ മെന്റൽ ഏരിയാസസ് ആണ് പറഞ്ഞല്ലേ? ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല? അതെ മാം. ഏ? ഏതൊക്കെ മെന്റൽ ഏരിയാസ് പറഞ്ഞേ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഏതൊക്കെ ഏരിയാസ് ആണ് പറഞ്ഞത്? മാനസികമായ വികസനം സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയായിരുന്നു? Conception, formation, development of problem solving skills, development of sensation and perception, development of conception formation, പിന്നെ sensation and perception, development of development of memory, imagination, Development of memory. thinking and reasoning, development of problem solving, thinking Development and of imagination. language development. അല്ലേ? ഓക്കെ. യെസ്. നമ്മൾ ഈ ക്ലാസ്സിൽ സ്പീച്ച് ചെയ്തിട്ടില്ലേ? സ്പീച്ച് ചെയ്തിട്ടില്ലേ? yes ma'am. ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ടോപ്പിക്സ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? എൻവയോൺമെന്റിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻവയോൺമെന്റിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. എൻവയറമെന്റ് കൺസർവേഷൻ. പിന്നെ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള്, മാതാപിതാക്കളെ കുറിച്ച്. അതേപോലെ തന്നെ നമുക്ക് ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്പീച്ച് ടോപ്പിക്സുകളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒരു ടോപ്പിക്ക് 2 പേര് ചെയ്യണം. ഒരു ടോപ്പിക്ക് തന്നെ 2 പേര് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ പറയണം. പിന്നെ അതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാം. നമ്മൾ റോൾ പ്ലേയുടെ കാര്യം പറഞ്ഞില്ലേ ടീച്ചറെ? റോൾ പ്ലേ നമുക്ക് ക്ലാസ്സിൽ ഒരെണ്ണം അവതരിപ്പിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ചെയ്യാം. അതായത് റോൾ പ്ലേ എന്ന് പറയുമ്പോൾ അറിയാലോ, ഓരോ ഇപ്പൊ നമുക്കൊരു കാർട്ടൂൺസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് യൂട്യൂബിൽ ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്യാം. ഓക്കെ, അതിന് ആരെങ്കിലും ഒന്ന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അത് ചെയ്യണം. 2 ടീമായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. 2 റോൾ പ്ലേസ് മതി. ഇപ്പൊ മനസ്സിലായില്ലോ? ഓരോരുത്തരുടെ റോൾ ഒരു 6 കഥാപാത്രങ്ങൾ 5 കഥാപാത്രങ്ങൾ വരുന്ന രീതിയിൽ വളരെ ഒരു 3 മിനിറ്റ്സോ 2 മിനിറ്റ്സോ വരുന്ന ഒരു ചെറിയൊരു കോൺസെപ്റ്റ് മാത്രം റോൾ പ്ലേ ആയിട്ട് ചെയ്യാം. കാര്യം മനസ്സിലായോ? മാം അത് ടീമായിട്ട് തന്നെയല്ലേ? ഇപ്പം ടീമാണ്. ടീം നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ആരൊക്കെയാണ് വില്ലിംഗ് ആയിട്ട് വരുന്നത് അവരായിട്ട് ചെയ്യാം കേട്ടോ. മലയാളത്തിലാണോ അപ്പം പ്രസന്റ് ചെയ്യണ്ടേ? മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ചെയ്യാം. റസ്മിന്റെ ക്ലാസ്സിലുണ്ടോ? റസ്മിന് ഇപ്പൊ ക്ലാസ്സിൽ കയറാറില്ലല്ലോ, എന്ത് പറ്റി? സുറുമി കയറാറുണ്ട് മിസ്, കയറാറുണ്ട്. ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഇല്ലായിരുന്നു. ഇന്നലെ ഞാനും കയറില്ല. ഇന്നലെ എനിക്കും ഒരു തിരക്കായിരുന്നു. ഞാൻ ഇന്നലെ കയറില്ലായിരുന്നു. ഇന്നലത്തേക്ക് ക്ലാസ് കാണണോട്ടോ. നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. റെക്കോർഡ് കാണണോട്ടോ നിങ്ങൾ കാണാത്തവരെ. ഓക്കെ, അപ്പോ റോൾ പ്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തീം എടുത്തിട്ട് കാർട്ടൂൺസ് ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അത്യാവശ്യം സമയം തരാം. പ്രിപ്പയർഡ് ചെയ്ത് എപ്പോഴാണോ വില്ലിങ് ആവുന്നത് അപ്പൊ പറഞ്ഞാൽ മതി. ആരൊക്കെ ചെയ്യാനുണ്ട്? റെഡി ഉണ്ട്? റോൾ പ്ലേ ചെയ്യാൻ ആരൊക്കെ വില്ലിങ് ആണ്? ഞാൻ റെഡിയാണ് മാം. ഞാൻ റെഡിയാണ് മാം. ആര്യയുണ്ട്. സുറുമി ഉണ്ടോ? ഞാൻ ചെയ്യുന്നു മാം. സുറുമി. വനജ ഉണ്ടോ? മാം ഉണ്ടാവും. കേട്ടില്ല. ഞാൻ
ജോയിൻ ചെയ്തത്. എന്താ പറഞ്ഞത് കേട്ടില്ല. റോൾ പ്ലേ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ പേരാ ചോദിച്ചത്. ഞാനുണ്ട് മിസ് സംഗീത. സൗമ്യ. ഞാൻ റെഡിയാണ് മാം. ഞാനുണ്ട് മാം. ഓക്കെ. ഞാനുണ്ട് മാം. അപ്പൊ നിങ്ങള് ഒരു 5 പേര് വരുന്ന 2 സെറ്റ് ഗ്രൂപ്പ് അങ്ങനെ മതി. ഒരുപാട് പേരെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു ഗ്രൂപ്പിൽ 5 പേര്, ഒരു ഗ്രൂപ്പിൽ 5 പേര്, അങ്ങനെ 2 സെറ്റ് ഗ്രൂപ്പ്. ഓക്കെ, പറയുന്നത് ക്ലിയർ ആണോ? എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടീം എടുത്തിട്ട് ഓരോരുത്തരുടെ റോൾസ്, അതായത് നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പോലെ പറയാം. ഇപ്പൊ നമ്മുടെ ഡോറ എക്സ്പ്ലോറർ കണ്ടിട്ടില്ലേ നിങ്ങള്? യെസ് മാം. കണ്ടിട്ടുണ്ട്. മാം. അതില് ഇപ്പൊ എത്ര കഥാപാത്രങ്ങൾ വരുന്നുണ്ട്? ഡോറ ഉണ്ട്, ബുച്ചി ഉണ്ട്, പിന്നെ എന്താണ്, ഒരു കുറുക്കനുണ്ട് അല്ലെ? കുറുനരി ഉണ്ട്. പിന്നെ ആരാണ്? ബാഗ് ഉണ്ട്. ടീക്കോ ഉണ്ട്. ബാഗ് ഉണ്ട്. ബാഗ് ബാഗ് ഉണ്ട്, മാപ്പ് ഉണ്ട് അല്ലെ? അണ്ണാനുണ്ട്. ആരാണ്? അണ്ണാൻ. ഓക്കെ. ബെന്നി. ആരൊക്കെയാണ്? ടീം ഉണ്ടാവും. പിന്നെ ആരാണ്? പ്രിൻസസ് ഇന്ദുമതി ഉണ്ട്, ചുക്കി ഉണ്ട്, പിന്നെ ആരാണ്? കാലിയുണ്ട്, പിന്നെ രാജു ഉണ്ട്. ഓക്കെ, അങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക്? കഥാപാത്രങ്ങൾ വരുമ്പോ അങ്ങനെയാണ്. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ യൂട്യൂബ്സിൽ സെർച്ച് ചെയ്ത കുറച്ച് പോർഷൻസ് അതിൽ നിന്ന് കിട്ടും. അപ്പൊ അവരുടെ ലാംഗ്വേജ്, അവർ പറയുന്ന കോൺവെർസേഷൻ നിങ്ങളൊന്ന് പഠിക്കുക. 2-3 മിനിറ്റ് വരുന്ന രീതിയിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ആരാണോ ടീം നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, യെസ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ടീം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ റോൾ പ്ലേസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ നമ്മളന്ന് ഓണം സെലിബ്രേഷൻ ഒക്കെ ചെയ്ത പോലെ ഇവിടെ പിൻ ചെയ്യും നമ്മൾ കേട്ടോ. 5 പേര് മതി. 5 പേരാകുമ്പോൾ ഈസി ആയിട്ട് പിൻ ചെയ്യാൻ പറ്റും. 5 പേരും ഇപ്പൊ ആദ്യത്തെ ഡയലോഗ് ഇപ്പൊ സുറുമിയാണ് പറയണമെങ്കിൽ സെക്കൻഡ് ഡയലോഗ് ആരായിരിക്കും? ചിലപ്പോ സൂര്യയാണെങ്കിൽ, അല്ലെങ്കിൽ ആരാണ് വെച്ചു, അങ്ങനെ മാറി മാറി നിങ്ങൾ കൈകാര്യം ചെയ്യാം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞ ടീച്ചറ്? മനസ്സിലായി. അങ്ങനെ ഒരു റോൾ പ്ലേ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. ഇത് സ്കൂളിൽ പോയി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇനി കുട്ടികൾ ചെയ്യുന്നില്ല, കുട്ടികൾ ചെയ്യണേക്കാളും മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 5 കഥാപാത്രങ്ങൾ നമുക്ക് ഒറ്റയ്ക്കും ചെയ്യാൻ പറ്റും കേട്ടോ. ഈ 5 കഥാപാത്രം നമുക്ക് ഒറ്റയ്ക്കും, അതായത് ഭീമും ചെയ്യാം, ഇതെല്ലാം ഒരൊറ്റ ആൾക്ക് തന്നെ ചെയ്യാനും സാധിക്കും. ഓക്കെ, കുട്ടികൾ വില്ലിങ് ആയില്ലെങ്കിൽ വില്ലിങ് ആക്കണം നിങ്ങള്. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് പോയാൽ സ്കൂളിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് വളരെ രസകരമായിട്ടൊരു ആക്ടിവിറ്റി ആയിരിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ? യെസ്. ഞാനിപ്പോ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാനുള്ള ടോപ്പിക്കിന്റെ സ്പീച്ചിന്റെ ടോപ്പിക്ക് ഞാൻ പറയാണ്, ശ്രദ്ധിച്ചിരിക്കാട്ടോ. ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. ചെയ്തിട്ടുണ്ടോ നിങ്ങള്? പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് കേട്ടിട്ടുണ്ട് മിസ്. ഇല്ല? കേട്ടിട്ടുണ്ട്. ഇല്ല എന്നാണോ പറയുന്നത്? അല്ല മിസ്, കേട്ടിട്ടുണ്ടോന്നാണ് ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. ചെയ്തിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? കേട്ടിട്ടുണ്ട്, ചെയ്തിട്ടില്ലാന്ന്. ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങളുടെ ടോപ്പിക്, ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് തിങ്കിങ്ങിന്റെ പവർ എന്താണ്, അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്ക് കൊണ്ടുള്ള ബെനഫിറ്റ്സുകൾ എന്തൊക്കെയാണ്? ഞാൻ പറയുന്ന ആള് പറയാട്ടോ. സംഗീത മുരുകൻ. യെസ് മാം. സംഗീത ടോപ്പിക് ഇതാണ്, ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. വളരെ ബ്രീഫ് ആയിട്ട് പറയാം കേട്ടോ. നമ്മളിപ്പോ സ്പീച്ച് പറയുന്നത് എങ്ങനെയാണ്? റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അല്ലേ? ടുഡേസ് ടോപ്പിക് ഏതാണ്? The power of positive thinking. Respected teachers and my friends, all of you, good morning. ഞാനിവിടെ പറയാൻ പോകുന്നത് ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും എപ്പോഴും നമ്മൾ പോസിറ്റീവായി ചിന്തിച്ച് വേണം നമ്മൾ അതിലേക്ക് ഇറങ്ങാൻ. ഏതൊരു കാര്യം കേട്ടാലും നമ്മളത് പോസിറ്റീവായി എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം.
എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ആരെന്തെങ്കിലും സംസാരിച്ചാൽ കൂടെ നമ്മളത് അവരിലെ ആ പോസിറ്റീവ് എന്താണെന്നും ആ പോസിറ്റീവ് എന്താണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമ്മളെ കൊണ്ട് സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. മാം, എനിക്ക് അധികം ഒന്നും പറയാൻ പറ്റണില്ല മാം. നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഏതൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോഴും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയുകയും അത് അറിഞ്ഞു വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ ജീവിതത്തിലായിരുന്നാലും ഇപ്പോൾ നമ്മൾ എന്തൊരു കാര്യം തീരുമാനമെടുക്കുമ്പോഴും ഏതൊരു ആവശ്യങ്ങൾക്ക് പോകുമ്പോഴും നമ്മൾ ആ കാര്യങ്ങളുടെ പോസിറ്റീവ് എന്താണെന്നും നെഗറ്റീവ് എന്താണെന്നും നമ്മൾ ചിന്തിച്ച് നല്ല രീതിക്ക് വേണം ഒരു തീരുമാനം എടുക്കാൻ. അതേപോലെ തന്നെ കുട്ടികൾക്കായിരുന്നാൽ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവ് എനർജി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ കുട്ടികൾക്കും ഏതൊരു കാര്യവും നല്ല രീതിക്ക് അത് സ്വീകരിക്കാനും അത് അവർക്കത് നല്ല രീതിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. നമ്മളൊരു രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മുടെ മക്കൾക്ക് എപ്പോഴും നല്ല ഉപദേശങ്ങൾ മാത്രം കൊടുക്കുക. എന്നാൽ മാത്രമേ അവരും നല്ല രീതിക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിലും അവൾ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾക്ക് അവർക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. നമ്മളോട് ഒരു കാര്യങ്ങൾക്ക് പോലും അവര് വാശി പിടിക്കുകയോ ഇല്ലെങ്കിൽ നമ്മളുമായിട്ടൊരു വഴക്കിടുകയോ ചെയ്യുകയില്ല. Okay, thank you, Sangeeta. Yes. Next, same topic തന്നെ. Surya Raju. Surya. Soumya Udayakumar. Soumya. Yes, Miss. Soumya പറയൂ. Respected teachers and my dear friends, good afternoon all. ഞാൻ ഇന്ന് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓരോ മനുഷ്യനും ആവശ്യമുള്ള ഒരു കാര്യമാണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിത രീതിയിൽ പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ചിന്തകളും വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം എടുത്താലും നമുക്കതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയണം. ഇപ്പോൾ കുട്ടികളുടെ കാര്യം, നമ്മുടെ ജീവിതശൈലി ഏതായിക്കോട്ടെ, ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നെങ്കിൽ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ആയിരിക്കണം. എപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു സന്തോഷത്തോടെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റണം. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് നമുക്കത് ചെയ്യാൻ കഴിയും എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു എക്സാം അല്ലെങ്കിൽ കുട്ടികളെ എവിടെയും കൊണ്ടുപോകും, നമുക്കപ്പോൾ അത് പറ്റുന്നില്ല, നമുക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഒരു തിങ്കിങ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനേ കഴിയില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ചാലഞ്ചസ് ഏറ്റെടുക്കാൻ നമ്മൾ എപ്പോഴും സന്നദ്ധരായിരിക്കണം. എല്ലാ കാര്യങ്ങളും ഒരു പോസിറ്റീവായിട്ട് അങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യും, അത് എന്ത് ചെയ്യും എന്നുള്ള ഒരു തിങ്കിങ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനേ കഴിയത്തില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്കത് പോസിറ്റീവായിട്ട്, എല്ലാത്തിനും ഒരു പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ ആ ഒരു പോസിറ്റീവ്നെസ് നമ്മൾ എപ്പോഴും അത് കണ്ടെത്തണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. നമ്മുടെ കുട്ടികളെയും നല്ല കാര്യങ്ങൾ പറഞ്ഞാണ് പഠിപ്പിക്കാനുള്ളത്. നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല പ്രവർത്തികൾ ചെയ്യാനും അവരെ പഠിപ്പിച്ചെടുക്കുക. ജീവിതത്തിൽ നല്ല മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ നമുക്ക് ഈ പോസിറ്റീവായി തിങ്ക് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല ജീവിതത്തിൽ. നമുക്ക് അങ്ങനെ ഒരു സന്തോഷത്തോടെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്കൊരു അസുഖങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും നമ്മുടെ ലൈഫ് നമ്മുടെ ഫാമിലി മുന്നോട്ട് പോകുന്നെങ്കിൽ നമുക്ക് ആ ഒരു തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ഒരു കുടുംബത്തിൽ, ഒരു ഫാമിലിയിൽ നമ്മൾ ഒരു സ്ത്രീ, അവരൊരു അമ്മയാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുകയും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയും അത് നമുക്ക് ഫാമിലിയോട്ട് പകരാൻ പറ്റണമെങ്കിൽ നമുക്ക് അങ്ങനെ തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി എപ്പോഴും ഹാപ്പി ആയിരിക്കുക, നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ, നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റണം. എങ്കിലും നമുക്ക് നമ്മുടെ ഹസ്ബൻഡിലായാലും നമ്മുടെ മക്കളിലോട്ടും അല്ലെങ്കിൽ നമ്മളിലോട്ട് ചുറ്റും നിൽക്കുന്ന എല്ലാവരിലോട്ടും ആ ഒരു പോസിറ്റീവ് എനർജി പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി പോസിറ്റീവ് ഇരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. ഓക്കെ മിസ്, താങ്ക് യു. Thank you. Next topic. Hard work is the key to success. Hard work is the key to success. Adya Vidum.
ആര്യ ഒന്ന് പറയാമോ? കേട്ട് ആര്യ ഒന്നൊരു ടോപ്പിക് പറയാമോ? കേട്ടില്ല. ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു സക്സസ്. Okay, ma'am. Good afternoon, all. Good afternoon, Miss. First all of thank you for your giving me this opportunity. My topic is hard work is. My topic is Key to success. key of success. അതായത് നമ്മൾ കഠിനാധ്വാനം ഉണ്ടെങ്കിൽ ഏതൊരു കാര്യവും നമുക്ക് വിജയിക്കാൻ പറ്റും. പണ്ട് നമ്മൾ കുഞ്ഞുനാൾ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു രാജാവ് യുദ്ധത്തില് തോറ്റുപോയി. ആ രാജാവ് വിഷമിച്ച് ഒരു ഗുഹയ്ക്കുള്ളില് രാജ്യം നഷ്ടപ്പെട്ടു. ഗുഹയ്ക്കുള്ളില് താമസിച്ചു. അത് വീണ്ടെടുക്കാൻ വേണ്ടി ഒരു ചെലന്തി വല കെട്ടുന്നു. പല പ്രാവശ്യവും വല കെട്ടി, 1 വട്ടം 2 വട്ടം അങ്ങനെ പല പ്രാവശ്യവും തോറ്റുപോയി. അത് ലാസ്റ്റിൽ അത് വിജയിച്ചപ്പോ ആ രാജാവിന് മനസ്സിലായി ഒരു വർഷം നമ്മൾ പിന്മാറി, 2 വർഷം അങ്ങനെ പിന്മാറി കഴിഞ്ഞാല് നമുക്ക് തോൽവിയേ ഉള്ളൂ. നമ്മൾ വീണ്ടും പരിശ്രമിക്കണം. നല്ല ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് ഒരു തോൽവി പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത് എണ്ണിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കും. Okay, thank you, Arya. Nivya Madhavan. Nivya പറയൂ, ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു സക്സസ്. ഓക്കെ മാം. ഹാർഡ് വർക്ക് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ്. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യത്തിനും നമുക്കത് നേടിയെടുക്കാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിന് എഡ്യൂക്കേഷൻ ആയാലും നമ്മുടെ ജോലി ആവശ്യങ്ങൾക്കാണെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ പറഞ്ഞോളൂ. ഹാർഡ് വർക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഒരു കാര്യമാണ്. നമ്മൾ കുറെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ഹാർഡ് വർക്കിന്റെ ഓരോ കാര്യങ്ങൾ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരും ചെയ്ത ഒരു കാര്യമാണ്. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. മാം കഴിഞ്ഞു മാം. കഴിഞ്ഞോ? ദീക്ഷ പ്രകാശ്. Yes, ma'am. അപേക്ഷ എന്ന് പറയൂ. Good afternoon to all of you. Thank you for giving me an opportunity to പറയൂ ദീക്ഷ. മാം, എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഈ സമകാലിക ലോകത്ത് എല്ലാവർക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എളുപ്പ വിധേനയും അതെങ്ങനെ നമുക്ക് നേടിയെടുക്കാന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഒരുവിധം എല്ലാ ആൾക്കാരും. എന്തൊരു കാര്യമായാലും, ഇനിയിപ്പോ വിദ്യാഭ്യാസത്തിന്റെ കാര്യമായാലും സാമ്പത്തികപരമായിട്ടും എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെ തന്നെയാണ്. നമുക്ക് ചീത്തതായ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹാർഡ് വർക്ക് അത്യാവശ്യമാണോ? വേണോ നമുക്ക് സക്സസ് ആവണമെങ്കിൽ? തീർച്ചയായും വേണം. Yes, ma'am. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും നേടിയെടുക്കാൻ പറ്റില്ല. എളുപ്പമായിട്ട് നേടിയെടുക്കാന്ന് നമ്മൾ എന്തൊരു കാര്യത്തിൽ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാലും ഒരു പക്ഷെ നമുക്കത് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം അത് നമുക്ക് നിലനിന്ന് പോകുന്നതല്ല. നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഹാർഡ് വർക്കിന്റെ ഒപ്പം നമ്മളെ സ്വപ്നം, അതിന്റെ ഒപ്പം നമ്മളെ ഡെഡിക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ അത് നമുക്കൊരു സക്സസ് ആയിട്ട് ലഭിക്കുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാവും. അതിനിപ്പോ ജോലി ആയാലും എന്ത് തന്നെ ആയാലും, സാമ്പത്തിക ആയാലും എന്ത് തന്നെ ആയാലും അത് നമുക്ക് എന്നും നിലനിൽക്കുകയും ചെയ്യും. താങ്ക് യു മാം. പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ട് മാം. ഒരു കാര്യം പറഞ്ഞോട്ടെ മാം. ഈ ടോപ്പിക്കിന്റെ മോന്റെ ഒരു പുസ്തകത്തിലെ
മോറലിന്റെ ടെക്സ്റ്റിനകത്ത് ഒരു കുറച്ച് ടോപ്പിക് അത് ഞാൻ വായിച്ചോട്ടെ. വായിച്ചോ. Think about keeping right attitude to everything is very important in your life. Positive thing give us strength and mistake us. Work hard. It always us to correct your mistake so that we do not repeat them while trying again. Positive thing help us keep your goals in sight. It help us keep your mind free from anger and sadness. It keep us mind healthy. പിന്നെ ലേൺ വാല്യൂസ് ഉണ്ട്, ഒരു 5 പോയിന്റ് ഉണ്ട്, അതുകൂടെ പറയാമേ. We should develop positive thinking and never give up trying when if the situations are difficult for us. Keeping attitude can bring success in life. Failure are there, but we need to overcome it. Hard work and repeat attempts leads you the victor in the end. We learn from your mistake. Thank you, ma'am. Okay, very good. Next topic. Benefits of getting up early. Benefits of getting up early. കേട്ടോ ടോപ്പിക് നിങ്ങള്? Benefits of getting up early. ആരെങ്കിലും വില്ലിങ് ആണോ പറയാൻ? പേര് വിളിക്കാതെ തന്നെ. ഞാൻ പറയാം മാം. പറഞ്ഞതാണോ ടോപ്പിക് എല്ലാം? ഇല്ല പറഞ്ഞിട്ടില്ല. പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഗെറ്റിംഗ് അപ്പ് ഏർലി. നമുക്കറിയാം, നമ്മൾ നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. നമ്മൾ ഏകദേശം എല്ലാവരും ഒരുപാട് സമയം വൈകിയാണ് ഉറങ്ങാൻ കിടക്കുന്നത്. അത് പക്ഷെ നമ്മുടെ ആരോഗ്യത്തെ പലതരത്തിലും ബാധിക്കും. അപ്പൊ പക്ഷെ നമ്മൾ നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ പോസിറ്റീവായിട്ട് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ എണീറ്റ് നമുക്ക് മറ്റു വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും. രാവിലെ എണീറ്റ് ആ ഒരു എന്താ പറയാ ഒരു പ്രത്യേക മൂഡാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി ഇപ്പൊ ഇതിന് മുന്നേ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വൈകി എഴുന്നേൽക്കും തോറും നമ്മൾ കുറച്ചും കൂടി ടയേർഡ് ആവുകയാണ് ചെയ്യുക. എഴുന്നേൽക്കുമ്പോൾ ഒരു ചെറിയൊരു നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും എഴുന്നേറ്റൊന്ന് കുറച്ച് ശരിയായി പറഞ്ഞാൽ നമ്മുടെ എന്ത് കാര്യങ്ങളാണെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് തന്നെയാണ്, നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും. രാവിലെ എണീറ്റ് പ്രഭാത കാര്യങ്ങളും ഇനിയിപ്പോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് അയക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല ഒരു എന്താ പറയാ നന്നായി എഴുന്നേറ്റ് അതുകൊണ്ട് പിന്നെ ഉണ്ടാകുന്നത് നമ്മുടെ ആരോഗ്യത്തെയാണ്. രാവിലെ എഴുന്നേൽക്കൊണ്ട് കഴിഞ്ഞ് നമുക്ക് അഥവാ കുറച്ച് സമയം കിട്ടിയാൽ നമ്മൾ അടുക്കളയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവരാണ്. കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ അടുക്കളയിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചെറിയ എക്സസൈസ് പോലെ കയ്യോ കാലോ ഒന്ന് ചെയ്യാനും ഒക്കെ രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്ന മുന്നേ ചെയ്യാനായിരിക്കും നമുക്ക് കുറച്ച് എല്ലാവരും എണീറ്റ ഭർത്താവും മക്കളും ഒക്കെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കുറച്ച് ബിസി ആവുകയാണ്. അപ്പൊ കുറച്ച് നേരത്തെ ചെയ്താൽ നമ്മുടെ ആരോഗ്യപരമായ നമ്മുടെ ഹെൽത്ത് നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. നമ്മൾ അവരുടെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നമ്മളെല്ലാം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ മനസ്സിനെയും നന്നായി ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. ഈ ടോപ്പിക് വേറൊരാള് സനിഷ KP. സനിഷ. Yes, ma'am. സനിഷ പറയൂ. Good afternoon all. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ്സ് ഓഫ് ഗെറ്റിംഗ് അപ്പ് ഏർലി. അതായത് നമ്മൾ നേരത്തെ നീക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നീക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നുണ്ടാവുക. നമ്മൾ നേരത്തെ നീറ്റ് കുളിച്ച് അടുക്കളയിലേക്കൊക്കെ കയറുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി എല്ലാവർക്കും ഷെയർ ചെയ്യാനും കൂടിയും പറ്റും. നമ്മൾ ആ ഒരു പോസിറ്റീവ് മൈൻഡിൽ തന്നെ നമ്മളെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമ്പോഴും അപ്പൊ ആ ഒരു പോസിറ്റിവിറ്റി നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ പകർന്നു കൊടുക്കാൻ വേണ്ടി പറ്റും.
അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ടോ ആ രാവിലെ ആ എഴുന്നേറ്റ? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാം. അതായത് നമ്മള് എന്താ പറയാ, നേരത്തെ നിൽക്കുമ്പോ അതിനനുസരിച്ചിട്ട് ഇപ്പോ നേരത്തെ രഞ്ജിത്ത് അവര് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ എക്സസൈസ് കാര്യങ്ങളൊക്കെ ആരും കളിയാക്കൂ എന്നുള്ള ചിന്ത അങ്ങനെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഒറ്റയ്ക്കാവും രാവിലെ നേരത്തെ നീച്ചിട്ട് ചെയ്യുമ്പോ ആരും കാണും കളിയാക്കും എന്നുള്ള ഒരു ചിന്തയൊന്നുമില്ല. നമുക്ക് നമ്മളുടെ ഫ്രീ മൈൻഡിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു നേരത്തെ നിൽക്കുന്നോണ്ട് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇത്രേ അറിയില്ല. യെസ്, താങ്ക് യു. ഓക്കെ, താങ്ക് യു. രാവിലെ ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ. രാവിലെ തന്നെ എഴുന്നേറ്റ് പഠിക്കുമ്പോഴും പഠിക്കാനും തന്നെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പുലർച്ചെ എഴുന്നേറ്റ് പഠിക്കുന്നവർക്ക് നല്ല മാർക്ക് നേടിക്കൊടുക്കുവാൻ വളരെ അധികം സഹായിക്കുന്ന ഒന്നാണത്. അതുപോലെ ജോലിയിൽ തന്നെ മികച്ച പ്രവർത്തനം കൈവരിക്കുകയും ചെയ്യും. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ തന്നെ രാവിലെ എണീറ്റ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും വർക്കൗട്ട് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം മാറ്റങ്ങൾ വരും. നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനും ഒക്കെ സാധിക്കും. തലച്ചോറിന്റെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുകയും ഇത് നമ്മുടെ സർഗാത്മക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അത് പഠനത്തിലായാലും ജോലിക്കാര്യത്തിലായാലും ഇത് ഒരുപോലെ പ്രവർത്തിക്കുകയും കൂടുതൽ മികവ് നിലനിർത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ രാവിലെ 6 മണിക്ക് മുമ്പ് എഴുന്നേൽക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ എത്ര മണിക്കാണ് എല്ലാവരും എഴുന്നേൽക്കാറ്? 4:45. 5:30. 5 മണിക്ക്. ഞാനും 5:30. അഞ്ചരയ്ക്ക് അലാറം വെച്ചാലാണ് ഒരു 6 മണിയുടെ ഉള്ളിൽ എഴുന്നേൽക്കാവുള്ളൂ. 6 മണിക്ക് എണീറ്റ് അതിന് കുറച്ചൊരു സമയം നമ്മൾ അലാറം അടിച്ചാലും ഒരു കുറച്ച് സമയം കൂടി ഒരു വെയിറ്റ് ചെയ്യും. നിങ്ങൾ ഞാൻ പറയുന്ന ടോപ്പിക് അനുസരിച്ച് രണ്ടുപേര് വെച്ച് ചെയ്തോളൂ. ഒരു എമർജൻസി ഉണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ വൈവയുടെ മാർക്കിന്റെ ഒരു കാൽക്കുലേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക് ടീച്ചർ വരട്ടെ. ഇമ്പോർട്ടൻസ് ഓഫ് പേഷ്യൻസ് അതാണ് കേട്ടോ. നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ മുന്നോട്ട് വന്ന് ചെയ്യാം. ഇമ്പോർട്ടൻസ് ഓഫ് പേഷ്യൻസ്, ക്ഷമ. സുറുമി ഒന്ന് കോർഡിനേറ്റ് ചെയ്തേക്കോ. ഓക്കെ മിസ്. രണ്ടുപേരെ കൊണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് പേഷ്യൻസ് അത് ഞാൻ തന്നെ പറയാം. ഗുഡ് ആഫ്റ്റർനൂൺ റെസ്പെക്റ്റഡ് ടീച്ചർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. Now I am going to speak about the topic importance of patience. That is very important topic about me because I don't have enough patience. എന്നെ സംബന്ധിച്ചിടത്തോളം ക്ഷമ വളരെ കുറവുള്ള ആളായിരുന്നു ഞാൻ. പ്രത്യേകിച്ച് കുട്ടികളുടെ അടുത്തൊക്കെ വളരെ ക്ഷമ കുറവായിരുന്നു എനിക്ക്.
പക്ഷെ ഇപ്പോൾ മോണ്ടിസോറി കോഴ്സ് ചേർന്നതിന് ശേഷം എനിക്ക് അത്യാവശ്യം ക്ഷമയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പല കാര്യങ്ങളും വിട്ടുവീഴ്ച ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ കുട്ടികളുടെ പഠന കാര്യത്തിലായാലും എനിക്ക് 4 കുട്ടികളുണ്ട്. അപ്പോ മൂത്ത 2 പേരും പഠിപ്പിക്കണം, ഇളയാളെ പഠിപ്പിക്കണം. അപ്പൊ അത് ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇപ്പൊ മോണ്ടിസോറി കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് ഗുണകരമായിട്ടുണ്ട്. കാരണം എനിക്ക് പേഷ്യൻസ് അത്ര ക്ഷമിച്ച് നമ്മൾ പറഞ്ഞ് ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ആദ്യം. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി അത് എളുപ്പമായിട്ടുണ്ട്. അതുകൊണ്ട് പഠനത്തെ എനിക്ക് വളരെ എളുപ്പമായിട്ടുണ്ട്. അതുകൂടാതെ കുട്ടികളുടെ പല പ്രവർത്തികളും ഇപ്പൊ പല മാതാപിതാക്കൾക്കും കുട്ടികളുടെ എക്സാമിന്റെ മാർക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരും. കാരണം ഇത്രയും ഞാൻ പഠിപ്പിച്ചിട്ട് ഇത്ര മാർക്കാണ് വാങ്ങിച്ചുള്ളൂ എന്ന് ചോദിക്കുന്ന പല മാതാപിതാക്കളും ഉണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുക, നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ ഇതുപോലെ മാർക്ക് കുറച്ച് വാങ്ങിച്ചിട്ട് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് നമുക്ക് പേരൻസും ഇതുപോലെ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്റെ അനുഭവത്തിൽ എന്റെ മൂത്ത മകള് 1ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷെ 1-2 മാർക്കിന്റെ വ്യത്യാസത്തിലാണ് ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും കുട്ടികൾ നഷ്ടപ്പെടുന്നത്. അപ്പൊ ക്ലാസ്സിൽ PTA മീറ്റിംഗ് സമയത്ത് വേറെ കുട്ടിക്ക് ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞ സമ്മാനം കൊടുക്കുകയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. എന്റെ മോൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഭയങ്കര വിഷമമായി. ഭയങ്കര വിഷമം തോന്നി എനിക്ക്, നല്ല വിഷമം തോന്നി. അപ്പൊ ഞാൻ ചിന്തിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചു, ഞാൻ പഠിച്ച സമയത്തും ഇതുപോലെ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ എന്റെ മാതാപിതാക്കളും ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് ചിന്തിച്ചപ്പോ എനിക്ക് എന്റെ വിഷമം പോയി. അത് ഞാൻ നേടിയിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് എന്റെ മക്കളിൽ അടിച്ചേൽപ്പിക്കുന്നു? ഇപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാര്യവും മക്കളിൽ അടിച്ചേൽപ്പിക്കാറില്ല. ഇത്ര മാർക്ക് കുറയുമ്പോ ഇത്ര കുറഞ്ഞെന്താ, നീ ശരിക്കും പഠിക്കണം കേട്ടോ, നിനക്ക് വേണ്ടി നീ പഠിക്കണം എന്ന് ഞാൻ പറയാറുള്ളൂ. നീ നാളെ ഒരു നാണം കെടാതിരിക്കാൻ നീ പഠിക്കണം, നീ വിജയിക്കണം, നിനക്ക് നല്ല ജോലി വേണം, നിനക്ക് നല്ല ഉന്നതിയിൽ എത്തണം, അതിനുവേണ്ടി നീ പഠിക്കണം എന്ന് ഞാൻ പറയാറുള്ളൂ. എനിക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി പഠിക്കാൻ ഞാൻ പറയാറില്ല. നിന്റെ വിജയം അത് നീ പരിശ്രമിച്ചാലേ നിന്റെ കഠിനാധ്വാനത്തിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് നീ പരിശ്രമിക്കണം, നീ വിജയിക്കണം എന്ന് ഞാൻ പറയാറുള്ളൂ. എനിക്ക് വേണ്ടി ചെയ്യണം എന്ന് മാതാപിതാക്കളുടെ അന്തസ്സിനും വിലയ്ക്കും വേണ്ടിയിട്ട് ചെയ്യണം ഞാൻ പറയാറില്ല. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പഠിക്കും മക്കളെ. ഇന്നലെ മക്കളുടെ സ്കൂളിൽ PTA മീറ്റിംഗ് ആയിരുന്നു. എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. കുട്ടിക്ക് കിട്ടിയ മാർക്കിൽ ഞാൻ തൃപ്തിപ്പെട്ടു. കാരണം കുട്ടിക്ക് അത് സാധിക്കുള്ളൂ. പിന്നെ കൂടുതൽ സമയം ഇരുത്തി പഠിപ്പിക്കാനും സമയം ചെലവഴിക്കാനും എനിക്ക് സാധിക്കുന്നില്ല. പിന്നെ എന്തിനും ഞാൻ കുട്ടിയെ വഴക്ക് പറയുന്നു? അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കിട്ടിയ മാർക്കിൽ ഞാൻ തൃപ്തിപ്പെട്ടു. മക്കളോട് രണ്ട് നല്ല മാർക്കുകളാണ്. നിങ്ങൾ എന്നെ പല മാതാപിതാക്കളും വന്ന് പറഞ്ഞു കുട്ടി പഠിക്കുന്നില്ല, കുട്ടികളുടെ കുറ്റങ്ങളെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. അത് കുട്ടിക്ക് കൂടുതൽ വിഷമമേ ആകുന്നുള്ളൂ. ഒരിക്കലും കുട്ടികൾ അത് ശരിയെന്ന് പറഞ്ഞ് അംഗീകരിക്കാനോ അത് ചിന്തിക്കാനോ കുട്ടി നിൽക്കില്ല. കുട്ടികൾക്ക് അത് വീണ്ടും വിഷമമായിട്ട് മാറും. പല മാതാപിതാക്കൾ അങ്ങനെ ഇന്നലെ പറഞ്ഞു ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം അത്യാവശ്യം പഠിക്കുന്നുണ്ട്. പിന്നെ ബാക്കോട്ടുള്ള കുട്ടീനെ, രണ്ടാമത്തെ മകൾ ഇച്ചിരി ബാക്കോട്ടാണ്. അവിടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക, അപ്പൊ എനിക്ക് കുറച്ചുകൂടി മുന്നോട്ട് വരാൻ പറ്റും, നിനക്ക് അത് ബെനിഫിറ്റ് ആകും എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ രണ്ടാളും വന്ന് അതുകൊണ്ട് നല്ല സന്തോഷത്തോടെ ഇരുന്ന് പഠിച്ചു. ഞാൻ പഠിക്കാൻ പറയാതെ തന്നെ രണ്ടുപേരും വൈകുന്നേരം രാത്രി വന്നിരുന്ന് സ്വന്തം ഇരുന്ന് പഠിച്ചു. കാരണം ഞാൻ അവരെ നാണം കെടുത്താത്തത് കൊണ്ട് അവരെന്നോട് തിരിച്ച് ആ സന്തോഷം പ്രകടിപ്പിച്ചു, നന്ദി എന്നോട് തിരിച്ച് കാണിച്ചു. അതെനിക്ക് ഇന്നലെ ഒരു സന്തോഷമായി. പേഷ്യൻസ് നമ്മുടെ കുടുംബജീവിതത്തിലും നമുക്ക് ക്ഷമ അത്യന്താപേക്ഷിതമാണ്. പല കുടുംബജീവിതങ്ങളിലും ഭാര്യ ഭർത്താവിനോട് കലഹിക്കുന്നതും ഭർത്താവ് ഭാര്യയോട് കലഹിക്കുന്നതും ക്ഷമയുടെ കുറവ് കൊണ്ടാണ്. പല കാര്യം നമ്മൾ ക്ഷമിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് അതിൽ വലുത് കിട്ടും. നമുക്കിപ്പോ ഒരു കുറവുണ്ടായി, ഒരു പ്രശ്നമുണ്ടായെങ്കിൽ നമ്മളത് ക്ഷമിച്ചിരിക്കുകയാണെങ്കിൽ അടുത്തത് നമുക്ക് അതിൽ വലുതായിരിക്കും വരാൻ പോകുന്നത്. ഞാൻ ആദ്യമൊക്കെ ഭർത്താവിനോട് എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഒരാളായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുന്ന ഒരാളായിരുന്നു. ഭർത്താവിനെ കളിയാക്കുമായിരുന്നു, നീ എന്തിനാ പിണങ്ങിയെന്ന്. പിന്നെ കുറച്ചുമ്പോ ചോദിച്ചാൽ എനിക്ക് അറിയില്ലെന്ന് പറയും. എനിക്കറിയില്ല. അപ്പൊ ഞാൻ ചോദിക്കും ശരിയാ, എന്തിനാ വഴക്കുണ്ടാക്കിയെന്ന് എനിക്ക് അറിയില്ല. നിസ്സാര കാര്യം പറ്റുന്നത് എനിക്ക് വഴക്കിടാന്. പക്ഷെ ഇപ്പോന്ന് വെച്ചാൽ ജീവിതാനുഭവങ്ങൾ പലതും നമ്മൾ പഠിക്കും. ജീവിതാനുഭവത്തിൽ നിന്നാണ് പലതും നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്റെ വീട്ടിൽ സാധനം തീർന്നു ഞാൻ അപ്പൊ തന്നെ ഹസ്ബൻഡിനെ വിളിച്ചു പറയും അത് വാങ്ങിക്കും, ഇത് വാങ്ങിക്ക്, അത് ചെയ്യേ, ഇത് ചെയ്യേ. ഇതെല്ലാം ചെയ്യുന്നത് ആ ഒരൊറ്റ ആളാണ്. അപ്പൊ എന്തെങ്കിലും കുറവ് വന്നാലും നമ്മൾ എന്ത് ചിന്തിക്കും? ഞാനിപ്പോ ചിന്തിച്ചു തുടങ്ങി. ശരിക്കും ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വഴക്ക് പറയാറില്ല, ഒന്നിനും വഴക്കുണ്ടാക്കാറില്ല. സന്തോഷമായിട്ട് അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഏറ്റവും കുടുംബത്തിലും കുട്ടികളുടെ മുമ്പിലും നമ്മളുടെ മാതാപിതാക്കളുടെ മുമ്പിലും, നമ്മുടെ മാതാപിതാക്കളോട് പലരും മാതാപിതാക്കളോട് വഴക്കുണ്ടാക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും മാതാപിതാക്കളോട് വഴക്കുണ്ടാക്കാൻ പാടില്ല. കാരണം നമുക്ക് വേണ്ടി അവർ പലതും ത്യജിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരമൊന്നും പണ്ട് നമ്മുടെ മാതാപിതാക്കൾ കഴിച്ചിട്ടില്ല. അവരന്ന് പട്ടിണി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഹാരം തന്നേക്കണത്. എന്റെ കുടുംബത്തിൽ ഞങ്ങളുടെ എന്റെ ഉമ്മ ആഹാരം കഴിക്കാതെ എനിക്ക് ആഹാരം തന്നിട്ട് ശ്രദ്ധിച്ചിട്ട് ഞാൻ ഇപ്പോഴും അതൊക്കെ ചിന്തിക്കുന്നത്. അന്ന് ചിന്തിക്കാനുള്ള കഴിവ് നമുക്കില്ല, നമ്മൾ കുട്ടികളായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ ആരും വഴക്ക് പറയാനോ
അവരെന്ത് തെറ്റ് ചെയ്താൽ കൂടി നമ്മൾ വഴക്ക് പറയാനോ അത് ചെയ്തോട്ടെ. നമ്മൾ തെറ്റ് ചെയ്തപ്പോ അവര് വഴക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്റെ മാതാപിതാക്കൾ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല. ഞാനൊരിക്കൽ വീടിന്റെ ജനലിന്റെ ഇത് ജനൽപ്പാളി തുറന്നപ്പോ ശക്തിയിലായിപ്പോ തുറന്നത്. ആ ചില്ല് എന്നിട്ട് പൊട്ടിപ്പോയി, ഭിത്തിയിൽ പോയി ഇടിച്ച് ചില്ല് പൊട്ടിപ്പോയി. പക്ഷെ എന്റെ ഫാദർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഫാദർ എന്നെ മിണ്ടിയില്ല. ഞാനപ്പോ ചിന്തിക്കാറ്, ഞാൻ ഇപ്പോഴും ചിന്തിക്കും, ഞാനായിരുന്നെങ്കിൽ എന്റെ വാപ്പാടെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ നല്ല ചീത്ത പറഞ്ഞേനെ. പക്ഷെ എന്റെ ഫാദർ മിണ്ടിയില്ല. കാരണം ഞാൻ അറിഞ്ഞു ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധമാണ്. അത് ഞാൻ ഇപ്പോഴാണ് അതൊക്കെ ഞാൻ വിലയിരുത്തുന്നതും മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്നതും നല്ല കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും എന്ത് കാര്യമായാലും ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുക. ആദ്യം പറഞ്ഞ ടോപ്പിക്ക് മറ്റുള്ളവരുടെ ചിന്താഗതി എന്ന് പറയുമ്പോൾ നമ്മുടെ അത് പല ഡയമെൻഷൻസ് ഉണ്ട്. പലരും പല വിധത്തിലായിരിക്കും ചിന്തിക്കുന്നത്. നമ്മുടെ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റൊരാളുടെ ഭാഗവും നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ആരാണ് പറയാൻ പോകുന്നത്? ഞാൻ പറയട്ടെ. സൂര്യ. എന്റെ സൂര്യ പറയട്ടെ. സൂര്യ പറഞ്ഞോളൂ. അതാണ് സഫീദ, നിങ്ങൾ പറഞ്ഞോ. ഓക്കെ, നമ്മൾ സുറുമി പറഞ്ഞ രണ്ട് ടോപ്പിക് കഴിഞ്ഞോ സുറുമി? എന്താണ്? രണ്ട് ടോപ്പിക് കഴിഞ്ഞോ? രണ്ടുപേര് ചെയ്തോ? ഇല്ല, ഒരു ടോപ്പിക്ക് ഇല്ല. ഫസ്റ്റ് ടോപ്പിക്ക് ഒരാള് പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ആളാരാണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് എനിക്ക് പ്രസംഗിക്കാൻ കിട്ടിയ സബ്ജക്റ്റിന്റെ പേര് ക്ഷമ എന്ന് പറയുന്നതാണ്. ഏത് സാഹചര്യത്തിലും ഏത് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ പ്രശ്നത്തെ വളരെ ശാന്തതയോടെ കൈകാര്യം ചെയ്യുക, ക്ഷമയോടെ കൈകാര്യം ചെയ്യുക എന്നാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ക്ഷമയുടെ ഒന്ന് രണ്ട് പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമുക്ക് സന്തോഷമായിരിക്കാൻ, അതായത് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിലൂടെ ഞാൻ പറയാണ്, നമുക്ക് സന്തോഷമായിരിക്കാൻ നമ്മൾ ക്ഷമയോടുകൂടെ ഇരിക്കുക. ചെറുതും വലുതുമാകുന്ന പല പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടും. ഇപ്പൊ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആളാണ്. കാരണം പെട്ടെന്ന് ആൻസർ പറയുന്ന ഒരാളാണ്. അത് മുഖാന്തരം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടാവും. പെട്ടെന്ന് ഞാൻ ഹീറ്റ് ആവുന്ന ഒരാളായതുകൊണ്ട്. കാരണം വേറൊന്നുമല്ല, നീതിയായ ഒരു കാര്യങ്ങൾ നമുക്ക് ശരിക്കും നീതിയായിട്ടല്ലല്ലോ മറ്റുള്ളവർ കേൾക്കുന്നത് മനസ്സിലാക്കുന്നത് എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. അതിന് ഞാൻ ആൻസർ പറയും. പക്ഷെ എനിക്കത് പലയിടത്തും എനിക്ക് തന്നെ ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. പിന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നും. കുറച്ച് മിണ്ടാതിരുന്നാൽ കൊള്ളായിരുന്നു എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ തന്നെ പല മോട്ടിവേഷൻ ക്ലാസ്സുകളായാലും കാര്യങ്ങളെല്ലാം കേട്ട് എന്നെ തന്നെ ഞാൻ പലപ്പോഴും ക്രമീകരിക്കാറുണ്ട്. അപ്പം അതിൽ നിന്ന് പഠിച്ച ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നാം ക്ഷമയോടുകൂടി ആയിരിക്കുക. കാരണം ഒരു നമ്മളടുത്ത് പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഒന്നാമത്തെ കാര്യം കേൾക്കാൻ തയ്യാറാകും. ഇപ്പൊ ഏതൊരു വ്യക്തിയും ഏതൊരു സാഹചര്യം പല കാര്യങ്ങൾ നമ്മളോട് പറയും. ആ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് കേട്ടതിന് ശേഷം മാത്രമേ അതിന് മറുപടി പറയാൻ പോകുള്ളൂ. പിന്നെ ക്ഷമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബന്ധങ്ങളെ നമുക്ക് മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ പ്രായമുള്ള അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, അല്ലെങ്കിൽ പല ഐക്യു കുറഞ്ഞ ആൾക്കാരും കൂടുതലുള്ള പല ആൾക്കാരും കാണും. ചിലർക്ക് നമ്മളെ ഇറിറ്റേറ്റ് ആവുന്ന ആൻസറോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ ഒക്കെ നമ്മളോട് ചോദിക്കും, പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിക്കുകയും ക്ഷമയില്ലാതെ നമ്മൾ ആൻസർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സാഹചര്യത്തിലേക്ക് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ക്ഷമയോടുകൂടി നമ്മൾ ആ ബന്ധങ്ങൾ അവർക്ക് വിഷമം വരാത്ത രീതിയിൽ, നമുക്ക് വിഷമം വരാത്ത രീതിയിൽ ആ ആൻസറുകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ക്ഷമയോടുകൂടി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാനസികമായ ഒരു ആരോഗ്യം എന്ന് പറഞ്ഞാൽ. ക്ഷമയോടുകൂടി ആയിരിക്കുമ്പോൾ, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ചെറിയ കുരു അത് വളർന്ന് അതൊരു ക്യാൻസർ ആയി മാറുന്ന ഒരു രീതിയിലേക്ക് പറയുകയാണെങ്കിൽ, ഒരു ചെറിയൊരു പ്രശ്നം അത് 1 കേട്ട് 2 കേട്ട് നമ്മുടെ മനസ്സിനെ തന്നെ മറ്റൊരു തലത്തിലേക്ക് ആ പ്രശ്നങ്ങൾ എത്തിപ്പെടും. അതേസമയം നമ്മൾ തന്നെ ക്ഷമയോട് കൂടിയിരുന്ന ആ വിഷയത്തെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന രീതിയിലേക്ക് നമ്മൾ ആ സബ്ജക്റ്റിനെ കൊണ്ടുപോകാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് വളരെ നമ്മുടെ ആരോഗ്യപരമായി നമ്മുടെ മനസ്സിനെ നമുക്ക് സന്തോഷകരമായിരിക്കാൻ സാധിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഒരു കാര്യം അതിനകത്ത് പറയാൻ, നമ്മൾ ആവേശത്തോടും കോപത്തോടും കൂടെ ചെയ്യുന്ന പല കാര്യങ്ങളും ക്ഷമയില്ലാതെ നമ്മൾ ചെല്ലുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിജയമല്ല, അതിനകത്ത് തോൽവിയാണ് നമുക്ക് സംഭവിക്കുന്നത്. ഏതൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ നേരിട്ടാലും ക്ഷമയോടുകൂടി ആ കാര്യത്തെ നമുക്ക് കൈകാര്യം ചെയ്യുവാണെങ്കിൽ നമുക്ക് വിജയം നേടാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്. സഫീദ പറയാനുണ്ടോ? പറയുന്നുണ്ട്. Good afternoon, friends.
Today I speak the topic of importance of patience. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതോ എന്നാൽ നമുക്ക് തീരെ ഇല്ലാത്തതോ ആയിട്ടുള്ള സംഗതിയാണ് പേഷ്യൻസ്. ആർക്കും ഒരു കാര്യത്തിലും എന്ത് ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിലും പേഷ്യൻസ് വേണ്ടതുണ്ട്. അത് നമുക്ക് ആർക്കും ക്ഷമയോട് കൂടി കാത്തിരിക്കാനോ മറ്റുള്ളവരുടെ ഭാഗം കേൾക്കാനോ നമുക്ക് താല്പര്യമില്ല. നമ്മുടെ ഒരു നല്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോവാണെങ്കിലും ഒക്കെ ഈ പേഷ്യൻസ് ആവശ്യമാണ്. അത് ഈ കപ്പിൾസിന്റെ ഇടയിൽ ലവും സിമ്പതി എമ്പതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അതുപോലെ നമ്മുടെ ബെറ്റർ മെന്റൽ വെൽബീയിങ്ങിനും ഇത് കാരണമാണ് പേഷ്യൻസ്. പിന്നെ നമ്മള് കൂടുതൽ ശക്തിയുള്ളവനാണ് ബലവാനെന്ന് പറയും. പക്ഷെ നമ്മള് കോപം പിടിച്ചു വെക്കുന്നത് ആരാണ് അവനാണ് കൂടുതൽ ശക്തി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ലാതെ കയ്യൂക്കുള്ളവന് കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെയല്ല. നമ്മള് കോപം എത്രയും നമ്മള് ക്ഷമിച്ച് പിടിച്ചു വെക്കുന്നുണ്ടോ അവനാണ് ഏറ്റവും നല്ല ശക്തിമാൻ. അതുപോലെ നമ്മള് മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താതെ നമ്മുടെ തെറ്റുകളും കൂടി കണ്ടെത്തി അതില് പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്താല് പിന്നീട് അത് നമ്മൾ റിഗ്രറ്റ് അടിച്ചിട്ട് അത്രയും വേണ്ടിയിരുന്നില്ല എന്നുള്ള തോട്ട് വന്നിട്ട് കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കൂടുതൽ ആംഗ്രി ആയിട്ടും ഒക്കെ ഇരിക്കും. അത് നമ്മുടെ ഒരു മെന്റലിനെ തന്നെ ബാധിക്കും. എപ്പോഴും കാമായിട്ടും കൂളായിട്ട് ഇരിക്കാൻ നോക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക. അത്രേ ഉള്ളൂ. കഴിഞ്ഞോ 2 ടോപ്പിക്കും കഴിഞ്ഞോ? ഒരു ടോപ്പിക്ക് മിസ് തന്നോളൂ. ഒരു ടോപ്പിക്കാ പറഞ്ഞിരുന്നുള്ളൂ മാം. അല്ല, ഞാൻ ചോദിച്ചത് ഒരു ടോപ്പിക്ക് 2 പേര് ചെയ്തോ? പറഞ്ഞു 3 പേര് പറഞ്ഞു. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. ചിലപ്പോ ഒരാൾക്കായിരിക്കും സമയം കിട്ടുന്നത് കേട്ടോ. സമയം കുറവാണ്, 49 ആയി അല്ലേ? ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ, ആരാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഞാൻ പറയാം. Good afternoon to all respected teacher and my dear friends. Today I am standing here to say about importance of self-confidence. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സെൽഫ് കോൺഫിഡൻസ് എന്നാൽ നമ്മിൽ തന്നെയുള്ള ഒരു വിശ്വാസവും നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മധൈര്യവുമാണ്. നമുക്ക് എപ്പോൾ ഒരു ആത്മധൈര്യം ഉണ്ടാകുന്നുവോ അപ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങൾക്കും ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ ശക്തിയും നമ്മുടെ മനസ്സ് അതിനോട് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നതിനോട് കൂടുതൽ നമുക്ക് വേണ്ടി അത് റെസ്പോണ്ട് ചെയ്യാനും നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ അതിനു വേണ്ടി നമുക്ക് സഹായം ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഏതൊരു കാര്യങ്ങളായിക്കോട്ടെ, നമുക്കിപ്പോൾ മക്കളോടായാലും അതല്ല പുറത്തേക്ക് നമ്മുടെ വീടിന് പുറത്ത് ആരുടെ എന്തെങ്കിലുമൊക്കെ വേറെ മറ്റുള്ളവരോട് എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തു കാര്യവും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ കഥയോട് കൂടി ഞാൻ പറയുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു അച്ഛനും ഒരു 2 മക്കളുണ്ടായിരുന്നു ഒരു അച്ഛന്. ആ അച്ഛൻ മൂത്ത മകനോട് പറഞ്ഞു, മോനെ നീ ഇന്ന് ഈ പാടത്ത് പോയി കുറച്ച് വിത്തിടണം. അപ്പൊ മോൻ പറഞ്ഞു, ഞാൻ ചെയ്യാം അച്ഛാ എന്ന് പറഞ്ഞു. പക്ഷെ ആ മോൻ ചെയ്തില്ല. ഇളയ മോനോട് പറഞ്ഞു, മോനെ ഇന്ന് പോയി നീ പാടത്ത് പോയി വിത്തിട്ട് ചെയ്യണോട്ടോടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകൻ പറഞ്ഞു, ഞാൻ ചെയ്യില്ല അച്ഛാ, എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ആ മകൻ ചിന്തിച്ചു, എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് എന്നിലുള്ള വിശ്വാസം കൊണ്ടാണ് എന്നോട് അച്ഛൻ പറഞ്ഞത്. ചേട്ടൻ ചെയ്തില്ല, അപ്പോൾ ഞാൻ ചെയ്തില്ലെങ്കിൽ അതെൻ്റെ അച്ഛന് വിഷമമാവും. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യണം എന്നുള്ള ഉറച്ച വിശ്വാസവും അവനെ അച്ഛനോടുള്ള ഒരു ബഹുമാനവും കൊണ്ട് അവൻ അത് ചെയ്തു. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഈ അച്ഛൻ ആ പാടത്തെ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് നല്ല വിളവ് കിട്ടി. അപ്പോൾ ഈ അച്ഛൻ ആ മോനോട് പറയുകയാണ്, മോൻ വിത്തിട്ടത് കാരണം ഈ അച്ഛന് നല്ല വിളവ് കിട്ടി, നല്ല പൈസ കിട്ടി, നമുക്ക് ആ വൈക്കോലൊക്കെ കൊടുത്ത് നല്ല കാശ് കിട്ടി,
നല്ലൊരു അഭിനന്ദനം കൊടുക്കാണ് അച്ഛൻ. അപ്പൊ മകൻ പറയുകയാണ്, അച്ഛൻ എന്നോടുള്ള വിശ്വാസവും എനിക്ക് ഈ അച്ഛനോട് ഉള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അതുകൊണ്ടാണ് അച്ഛ ഇങ്ങനെ കിട്ടിയെന്ന് പറയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, സ്വന്തമായിട്ടൊരു തീരുമാനവും നല്ല കോൺഫിഡൻസും എന്ത് കാര്യത്തിൽ നമുക്ക് കാണിക്കുകയാണെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. ഒന്നിനെയും കുറിച്ച് വിഷമിക്കാതെ എന്ത് ചെയ്യണമെന്നുള്ളൊരു ആത്മാർത്ഥമായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിലെ എന്ത് കാര്യങ്ങൾക്കും, ഇപ്പോൾ ഒരു കാര്യം ഒരു പ്രാവശ്യം പരിശ്രമിച്ചിട്ട് കിട്ടിയില്ല, പക്ഷെ രണ്ടാമതും പരിശ്രമിക്കുമ്പോൾ നമുക്കത് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസവും പിന്നെ നമ്മളുടെ ആത്മധൈര്യവും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ലൈസൻസ് എടുത്തത് 2024 ലൈസൻസ് എടുക്കാൻ പോയെ 2 വീലറിന്റെ. പക്ഷെ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ എന്നെ 8 എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് എൻ്റെ ചേട്ടൻ പറഞ്ഞു, സാരില്ല, അടുത്തതിൽ എന്തായാലും നിനക്ക് കിട്ടൂട്ടാ, നീ പേടിക്കണ്ട. അപ്പൊ എനിക്കൊരു കോൺഫിഡന്റ് ആയി. അപ്പൊ എനിക്കൊരു വിശ്വാസമായി. എൻ്റെ ചേട്ടനെ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അടുത്തതിൽ കിട്ടിയിട്ട് തന്നെ കാര്യമുള്ളൂ. അതുകൊണ്ട് രണ്ടാമത്തെ ട്രിപ്പിൽ എനിക്ക് ലൈസൻസ് എടുക്കാൻ സാധിച്ചു. അപ്പൊ നമുക്ക് മറ്റുള്ളവർ പറയുമ്പോൾ തന്നെ നമുക്കൊരു വിശ്വാസം, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഇനി ആരെങ്കിലും പറയാൻ സമയമുണ്ടോ? ആർക്കെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയട്ടെ, വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ല, ഇനി 7 മിനിറ്റ് കൂടി ഉണ്ടല്ലോ, വേഗം പറഞ്ഞു. വേറെ ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ. ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നീ പറഞ്ഞില്ലായിരുന്നല്ലോ, വേഗം പറഞ്ഞു. Good afternoon, everyone. Today, I want to talk about the importance of self-confidence. Self-confidence means believing in yourself and your abilities and your potential. First, self-confidence helps us face challenges and breathe. When we believe in yourself, we can try new things without fear or failure. Second, it helps us make decisions and solve problems. A confident person thinks clearly and acts easily. Third, self-confidence improves our communication and relation. We can express our ideas clearly and respectfully. Self-confidence helps us achieve our goals. Successful people believe in themselves, their abilities, which motivation we can hard work. Remember, self-confidence is the key to success in life. So friends, always believe in yourself, trust your abilities and never give up. Thank you. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ ടോപ്പിക്? Yes, ma'am. എന്തോ എന്താണ് പറഞ്ഞു? കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു സുരഭി. ചെയ്തവർക്ക് എല്ലാവർക്കും താങ്ക്സ് പറയാണ്. പിന്നെ കുറച്ചും കൂടി നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത് പറയണം. ഇപ്പൊ ലാസ്റ്റ് കൊടുത്ത ടോപ്പിക്സ് എല്ലാവരും തന്നെ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പറഞ്ഞല്ലേ. ലാസ്റ്റ് കിട്ടിയ ടോപ്പിക്സ് അത്യാവശ്യം പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ. ആദ്യത്തെ ടോപ്പിക്സിലാണ് ഒന്ന് ഡിലേ ആക്കിയത്. ഓക്കെ, യെസ്. നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ബാക്കി ചാപ്റ്റേഴ്സ് എടുക്കാം കേട്ടോ. ബാക്കി പോർഷൻസ് എടുക്കുന്നതാണ്. അപ്പൊ ഇന്നിപ്പോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.
Thank you. Thank you, ma'am. Thank you. Thank you, ma'am.